എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. First of all, a big thanks to each one of you for supporting with my first video, making it a great success. So നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വി ജസ്റ്റ് സ്പോക്ക് അബൌട്ട് ഓവർ തിങ്കിങ് അല്ലേ, എവിടേക്കോ തോട്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ച് നിർത്തിയത്. സോ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് നമ്മുടെ തോട്ട്സ് രണ്ട് ലെവലിലാണ് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നുവെന്ന് അല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറവെടുക്കുന്ന കുറേ തോട്ട്സ് വിച്ച് ഈസ് നോട്ട് ഇൻ ആർ കൺട്രോൾ. നമ്മൾ പറയാറില്ലേ, ഞാൻ അറിയാതെ ചിന്തകൾ വരുന്നു, എവിടെ നിന്നൊക്കെയോ ചിന്തകൾ വരുന്നു. ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, ബ്ലാങ്കായിട്ടിരിക്കുന്ന ആൾക്കാർ, അത് കഴിഞ്ഞ് അവർ ഇമോഷണലി അപ്സെറ്റ് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പലരുണ്ട്. ഇവൻ ആർ ലൈഫ് പാർട്ട്നേഴ്സ് കുഡ് ബി, ഓർ ആർ ഫാമിലി മെമ്പേഴ്സ് കുഡ് ബി, ഓർ ആർ കൊലീഗ്സ് കുഡ് ബി. ഇതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൺട്രോളില്ലാതെ ആവും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഓരോ ദിവസവും ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓടുന്നത്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു 60% സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യും. നമ്മുടെ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന രീതി, നമ്മൾ ഇരിക്കുന്ന രീതി എല്ലാം അവിടെയൊക്കെ എന്ത് പറ്റുന്ന അവിടെയൊക്കെ വരുന്ന ചിന്തേനെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കയറി പല ചിന്തകളിലേക്ക് പോയി ഓവറോൾ നമ്മുടെ ഇമോഷൻസിനെ അത് ബാധിക്കും. ഇത് ഇമോഷൻസിനെ ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബിഹേവിയർ ഇറാറ്റിക് ആവും. പല ആൾക്കാർ, പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ, വിഷമിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു കാംനെസ് ഉണ്ടാവില്ല അവർക്ക്. ദേ ഫീൽ പെർപ്ലെക്സ്ഡ്. സംസാരിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബിക്കോസ് ഓഫ് ഈ തിങ്കിങ് പാറ്റേൺ കൊണ്ട് ഉറവെടുക്കുന്ന കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് തോട്ട് ഫോർ ദ ഡേ. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വരാം? ദിസ് ഈസ് വാട്ട് ഗോയിങ്സ് ടു ബി ക്രിട്ടിക്കൽ. ആർ യു അവെയർ ഓഫ് അബൌട്ട് യുവർ തോട്ട്സ്? അവെയർനെസ് എന്നുള്ള ഒരു ഭയങ്കരമായ പവർഫുൾ കോൺസെപ്റ്റാണ്. ദ മൂമെൻറ്റ് വി ബിക്കം അവെയർ ഓഫ് അവർ തോട്ട്സ്, എനിക്കിങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, ഇറ്റ് മൈറ്റ് ഡിസ്റ്റർബ് മീ, ഇറ്റ് മൈറ്റ് ഡിസ്റ്റർബ് മൈ ഇമോഷൻസ്, മൈ ബിഹേവിയർ എന്ന ഒരു തോന്നൽ ക്രിയേറ്റ് ആവുന്ന സ്പോട്ടിൽ യു ആർ ഗോയിങ് ടു ഹാവ് എ വിൻ സിറ്റുവേഷൻ. ഇതാണ് ക്രിട്ടിക്കൽ. So whenever next time you are feeling very sad, just analyze ചെയ്യുക, എന്തുകൊണ്ട് അതുണ്ടായി. നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടാവും. ആ തോട്ട് എന്തിനു വന്നു? ഈ സമയത്ത് അത് ആവശ്യമുണ്ടോ? അത് പാസ്റ്റിൽ ഓൾറെഡി സംഭവിച്ചതാണോ? അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു വേവലാതിയാണോ? കീപ് ഇറ്റ് അസൈഡ്. എനിക്കതിപ്പോൾ വേണ്ട, ഐ ഹാവ് മച്ച് തിങ്സ് ടു ഡു നൗ എന്ന് നിങ്ങൾ ഒരു അഷ്വറൻസ് നിങ്ങൾക്ക് കൊടുക്കുക. And create a difference in your life. With this thought, that's for the day. Thank you. Once again, till we meet next time, it's me Lakshman signing off. Thank you.